Karam. Today we are going to discuss about English grammar based on 10th standard. First we are going to discuss about tense. Tense means kalam. There are mainly 3 tenses in English language. English ഭാഷയിൽ പ്രധാനമായിട്ടും 3 ടെൻസുകൾ ഉണ്ട്. There are mainly 3 tenses in English language. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രധാനമായിട്ടും 3 ടെൻസുകൾ. ഒന്ന്, ഫസ്റ്റ് വൺ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് മീൻസ് വർത്തമാനകാലം. വർത്തമാനകാലം. പ്രസന്റ് ടെൻസ് മീൻസ് വർത്തമാനകാലം. നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ കുറിച്ച് പറയാൻ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. ഇപ്പോൾ ചെയ്യുന്ന, ഇപ്പോൾ കുട്ടികളെ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഐ ടീച്ച് യു. യു ലിസൺ മീ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ ശ്രവിക്കുന്നു. ഓർ യു സ്റ്റഡി, നിങ്ങൾ പഠിക്കുന്നു. ഇതെല്ലാം പ്രസൻറ്റിലാണ് വരുന്നത്. ചില ഹാബിച്വൽ ആക്ഷൻ വരാം. ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി. നമുക്ക് പറയാം ഐ ഡ്രിങ്ക് മിൽക്ക് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും പാല് കുടിക്കുന്നു. അത് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. നാച്ചുറൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് പറയാൻ. നാച്ചുറൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യങ്ങൾ. അതിന് പ്രസൻറ്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദ സൺ ഷൈൻസ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് മീൻസ് വർത്തമാനകാലം. രണ്ടാമത് സെക്കൻഡ് വൺ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം, കഴിഞ്ഞു. ഇതിന് തൊട്ട് മുമ്പ് എന്തൊക്കെ കഴിഞ്ഞോ അതെല്ലാം ഏതാ? ഭൂതകാലമാണ്, കഴിഞ്ഞുപോയി. ഞാനിപ്പോൾ എവിടേക്കൊന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ പഠിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അത് ഭൂതകാലം. ഭൂതകാലം. മൂന്നാമത്തത് തേർഡ് ഓൺ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം. ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം. ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം. ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം. ഇതിന് ശേഷം. അപ്പോൾ ഇതിന് ശേഷം എന്തൊക്കെ ഇനി സംഭവിക്കും അതെല്ലാം ഫ്യൂച്ചറാണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 ടെൻസാണ്, അല്ലെങ്കിൽ 3 കാലങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലം. രണ്ടാമത്തെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം. മൂന്നാമത്തെ ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം. ഇനി നമ്മളിത് പഠിക്കുമ്പോൾ ഇത് 3ഉം ഇത് വെറുതെ അറിഞ്ഞിരിക്കാനുള്ള. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുമോ? പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല ചോദിക്കുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. അതിന് കുറച്ച് വാക്കുകളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ, ടെൻസ് അത്രയും പഠിച്ചു വരുമ്പോൾ ഒരാൾ സ്വന്തമായിട്ട് എഴുതുവാനും സംസാരിക്കുവാനും ഒക്കെ പഠിക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എല്ലാവരും ശ്രദ്ധയോടെ ഇത് കേട്ട് പഠിക്കണമെന്ന് താല്പര്യപ്പെടും. അപ്പോൾ പ്രധാനമായിട്ടും 3 ടെൻസാണ്. ഒന്ന് പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലം, രണ്ടാമത്തെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം, മൂന്നാമത്തെ ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം. ഇനി ഇതിന് ഓരോന്നിനെയും 4 വിഭാഗങ്ങളായിട്ട് തിരിക്കും. ഈ പ്രസൻറ്റ് ടെൻസിനെ 4ആയിട്ട് തിരിക്കും, പാസ്റ്റിനെ 4ആയിട്ട് തിരിക്കും, ഫ്യൂച്ചറിനെ 4ആയിട്ട് തിരിക്കും. അങ്ങനെ മൊത്തം എത്ര എണ്ണം പഠിക്കണം? 12 എണ്ണം പഠിക്കണം. എത്ര എണ്ണം പഠിക്കണം? 12. അപ്പോൾ യു ഹാവ് ടു സ്റ്റഡി 12 ടെൻസസ്. അപ്പോൾ ഓരോന്നിനെയും, അപ്പോൾ എന്താണ്, പ്രസൻറ്റ് ടെൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4, പാസ്റ്റ് ടെൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4, ഫ്യൂച്ചർ ടെൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. അങ്ങനെ ഓരോന്നിനെയും 4ആയിട്ട് തിരിച്ച് മൊത്തം 12 ടെൻസുകൾ നാം പഠിക്കണം. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം ഓരോന്നായിട്ട്. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയാണ്. കൂടുതൽ അവിയൽ പരുവമൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. നമുക്ക് വേണ്ടത്, പരീക്ഷയ്ക്ക് വേണ്ടത് അതുമാത്രം ഇപ്പോൾ നമുക്ക് പഠിക്കാം. ആദ്യം പ്രസൻറ്റ് ടെൻസ്.
അപ്പോൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം. പ്രസൻറ്റ് ടെൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. പ്രസൻറ്റ് ടെൻസ് 4 തിരിക്കും. ഒന്ന് പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് സിമ്പിൾ. രണ്ടാമത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, മൂന്നാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ്, നാലാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് into 4. You understand? First one പ്രസൻറ്റ് സിമ്പിൾ, രണ്ടാമത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, മൂന്നാമത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ്, നാലാമത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. So have you got? അപ്പോൾ ഫസ്റ്റ് വൺ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതുവരെ നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കി, എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പരീക്ഷയുടെ ലെവലിലേക്ക് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ശ്രദ്ധിക്കുക, വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന് പ്രസൻറ്റ് സിമ്പിൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. പ്രസൻറ്റ് സിമ്പിൾ. പ്രസൻറ്റ് സിമ്പിൾ. പ്രസൻറ്റ് സിമ്പിൾ. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ഡിനോട്ട്സ്, ഞാൻ പറഞ്ഞു എന്താ, നാച്ചുറൽ ട്രൂത്ത്, പ്രപഞ്ച സത്യം, ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് നടക്കുന്ന പ്രവൃത്തി, ആൻ ആക്ഷൻ വി ഡു നൗ, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി. ഇതൊക്കെ ഏതാണ് പ്രസൻറ്റ് സിമ്പിളിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഇതിൻ്റെ ഫോർമുലയും കുറച്ച് വാക്കുകളും നമ്മൾ പഠിക്കുക. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ വി ഡു നൗ. ഫസ്റ്റ് ഓൺ ആൻ ആക്ഷൻ വി ഡു നൗ, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി. പഠിക്കുന്നു അല്ലേ, പഠിപ്പിക്കുന്നു. അപ്പോൾ യു സ്റ്റഡി, ഐ ടീച്ച് യു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയാണ്. രണ്ടാമത് ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി. ഐ ഡ്രിങ്ക് മിൽക്ക് എവരി ഡേ, ഐ സ്റ്റഡി എവരി ഡേ, ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന പ്രവൃത്തി. നാച്ചുറൽ ട്രൂത്ത്, പ്രപഞ്ച സത്യം, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, നാച്ചുറൽ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം പ്രസൻറ്റ് സിമ്പിൾ. ഇത് നമുക്കൊരു ഫോർമുലയിൽ കൊടുക്കാം. പ്രസൻറ്റ് സിമ്പിളിനെ ഒരു ഫോർമുലയിൽ കൊടുക്കാം. സബ്ജക്റ്റ്, പ്രസൻറ്റ് സിമ്പിളിന് ഒരു ഫോർമുല. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നാണ് അർത്ഥം. പ്രവൃത്തി ചെയ്യുന്ന ആൾ, ഡൂവർ ഓഫ് ദ ആക്ഷൻ, ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. ഇപ്പോൾ ഞാൻ പ്രവൃത്തി ചെയ്ത, ഇപ്പം ഞാൻ ചെയ്യുന്നു, ഞാൻ പഠിപ്പിക്കുന്നു, ഇപ്പോൾ ഞാനാണ് ഇപ്പോൾ കർത്താവ്. അടുത്ത് വെർബ്. വെർബ് 1, സബ്ജക്റ്റ് കർത്താവ്, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, അയാൾ ചെയ്യുന്ന പ്രവൃത്തി. മൂന്നാമത് ഒബ്ജക്റ്റ്, കർമ്മം. അപ്പോൾ സബ്ജക്റ്റ് വെർബ് 1 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിളിൻ്റെ ഫോർമുല എന്താണ്? ആരെങ്കിലും ചോദിച്ചപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിൻ്റെ എത്രാമത്തെ രൂപം കൊടുക്കണം? 1ാമത്തെ രൂപം. അതിനിടയിൽ ആമീസാറോ വല്ലതും വരുമോ? വരില്ല. അപ്പോൾ പ്രസൻറ്റ് സിമ്പിളിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വെർബ് 1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് വെർബ് 1 പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഹിയോ, ഷിയോ, ഇറ്റോ, സിംഗുലർ സബ്ജക്റ്റ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചന സബ്ജക്റ്റ്. ഹി, അവൻ, ഷി, അവൾ, ഇറ്റ്, അതല്ലെങ്കിൽ ഇത്. സിംഗുലർ സബ്ജക്റ്റ് ഏകവചനം, ഒരാളുടെ പേര്, ഒരു വസ്തുവിൻ്റെ പേര്, അവരൊക്കെ കർത്താവായിട്ട് വരുമ്പോൾ നമ്മൾ ഈ വെർബിൻ്റെ കൂടെ സിമ്പിളായിട്ട് പഠിക്കാം. വെർബിൻ്റെ കൂടെ യെസ് ഓർ ഇ എസ്, മിക്കവാറിലും യെസ്, ചിലതിൽ മാത്രം ഇ എസ് ചേർക്കണം.
അപ്പോൾ ഹി ഷീ ഇറ്റ് സിംഗുലർ സബ്ജക്റ്റ് ഇവ വന്നാൽ വെർബിൻ്റെ കൂടെ യെസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. അപ്പോൾ ഡു ഫോം, ഡസ് ഫോം അങ്ങനെയൊന്നും ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഡുവോ ഡസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കുറച്ച് നിങ്ങൾ ലെവലായിട്ട് ആ തരത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഹിയോ ഷിയോ ഇറ്റോ സിംഗുലർ സബ്ജക്റ്റ് ആയാൽ വെർബിൻ്റെ കൂടെ യെസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. മനസ്സിലായോ? അപ്പോൾ നോക്കിയോ, ഇവിടെ ഐ റൈറ്റ് എ ലെറ്റർ. ഐ റൈറ്റ് എ ലെറ്റർ. ഐ റൈറ്റ് എ ലെറ്റർ. സബ്ജക്റ്റ് ഐ, റൈറ്റ് വെർബ്, ഒബ്ജക്റ്റ് എ ലെറ്റർ. ഞാൻ ഒരു കത്ത് എഴുതുന്നു. ഞാൻ ഒരു കത്ത് എഴുതുന്നു. പ്രസൻറ്റ് സിമ്പിളായി കേട്ടോ. റൈറ്റ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ഐ റൈറ്റ് എ ലെറ്റർ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഐ റൈറ്റ് എ ലെറ്റർ. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ മേക്ക് ടോയ്സ്. ഓക്കെ. അപ്പോൾ ഐ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ ഇതിവിടെ ഏതാണ്? ഐ സബ്ജക്റ്റ്, റൈറ്റ് വെർബ്, വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അടുത്ത് എ ലെറ്റർ ഒബ്ജക്റ്റ്. അപ്പോൾ ഐ റൈറ്റ് എ ലെറ്റർ. യു വരുമ്പോഴും യു, ഞാനിപ്പോൾ ഈ വെർബിനെ തന്നെ എല്ലാ സബ്ജക്റ്റിലും കൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നോക്കിയോ, യു റൈറ്റ് എ ലെറ്റർ. യു റൈറ്റ് എ ലെറ്റർ. വി വരുമ്പോഴും നമുക്ക് ഈ റൈറ്റ് എ ലെറ്റർ. ദേ വരുമ്പോഴും ദേ റൈറ്റ് എ ലെറ്റർ. ഹി വരുമ്പോഴോ ഹി റൈറ്റ്സ് എന്നാവും. എന്താവും? റൈറ്റ്സ്. ഹി റൈറ്റ്സ് എ ലെറ്റർ. അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല, അവനും കത്തെഴുതുന്നു തന്നെ. പക്ഷേ ഗ്രാമാറ്റിക്കലി നമ്മളിവിടെ എസ് കൊടുത്തില്ലെങ്കിൽ ഗ്രാമർപരമായിട്ട് അത് തെറ്റിപ്പോവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ഞാൻ ഉപയോഗിച്ചാണ്. ഇനിയിപ്പോൾ റൈറ്റ് വരുമ്പോൾ ഇറ്റും കൂടെ അതുകൊണ്ട് അങ്ങനെ എഴുതിയൊന്നുമില്ല, എന്നാലും ഒരു സാങ്കേതികത്വം അത്രേ ഉള്ളൂ. ഇറ്റ് റൈറ്റ്സ് എ ലെറ്റർ. രാമ. രാമ ഒരാളുടെ പേര്, ഏകവചനമാണ്. അപ്പോൾ റൈറ്റ് വരുമോ റൈറ്റ്സ് വരുമോ? റൈറ്റ്സ് അല്ലേ? റൈറ്റ്സ്. റൈറ്റ്സ്. ഓക്കെ. റൈറ്റ്സ് എ ലെറ്റർ. സീത. നമ്മൾ ഒരു ആളുടെ പേരോ എഴുതി, ഒരു സ്ത്രീയുടെ പേര് എഴുതി, അതും ഒരാളുടെ പേരാണ്. അപ്പോൾ റൈറ്റ് വരുമോ റൈറ്റ്സ് വരുമോ? റൈറ്റ്സ് അല്ലേ? ഒരാൾ, ഏകവചനം. റൈറ്റ്സ് എ ലെറ്റർ. റൈറ്റ്സ് എ ലെറ്റർ. ഇനി ഇവർ രണ്ടുപേരും കൂടെ രാമ ആൻഡ് സീത. രാമ ആൻഡ് സീത. രാമ ആൻഡ് സീത. റൈറ്റ് വരുമോ റൈറ്റ്സ് വരുമോ? പറഞ്ഞോ. ആ, എന്താണ്? റൈറ്റ്സ് വരില്ല. ഇത് ബഹുവചനായി, ഒന്നിൽ കൂടുതലായി. അപ്പോൾ റൈറ്റ് ഒന്നിൽ കൂടുതൽ വന്നാൽ നമ്മൾ എസ് ഒ എസ് ഒ ചേർക്കണ്ട, അതൊരു നിയമമാണ്. അപ്പോൾ രാമ ആൻഡ് സീത റൈറ്റ് എ ലെറ്റർ. കാര്യം മനസ്സിലായോ? അപ്പോൾ രാമ ആൻഡ് സീത റൈറ്റ് എ ലെറ്റർ. അപ്പോൾ എ കൗ, ഒരു പശു. ഈറ്റ് എന്ന് പറയുമോ ഈറ്റ്സ് എന്ന് പറയുമോ? ഈറ്റ്സ്. ഈറ്റ് എന്ന് പറയില്ല. കൗസ്, പശുക്കൾ. ഈറ്റ്. എ ചൈൽഡ്. ക്രൈ എന്ന് പറയുമോ ക്രൈസ് എന്ന് പറയുമോ? ക്രൈസ്. അതിൻ്റെ പ്ലൂറൽ എന്താ? ചൈൽഡിൻ്റെ ചിൽഡ്രൻ. അത് ക്രൈ. മനസ്സിലായോ? അപ്പോൾ അതാ ഒന്ന്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്ത ഐ ടീച്ചെന്ന്. ഹി ആ നിൽക്കുന്ന ടീച്ചേഴ്സ്. ഞാൻ പഠിപ്പിക്കുന്നു, അവനും. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് പ്രസൻറ്റ് സിമ്പിൾ ഫോർമുല. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം പ്ലസ് ഒബ്ജക്റ്റ്. പിന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹി ഷീ ഇറ്റ് സിംഗുലർ സബ്ജക്റ്റുകൾ വന്നാൽ വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടെൻസ് പരമായിട്ട് ടെൻസിൽ നിന്ന് തന്നെ 1-2 മാർക്ക് എഡിറ്റിങ്ങിന് ചോദിക്കും. നമുക്ക് ആ എഡിറ്റിംഗ് അതിന് വേണ്ടിയാണ് ഇത് പഠിപ്പിച്ചത്. വെറുതെ ഇത് പഠിച്ച് നമ്മൾ മറക്കേണ്ട കാര്യമില്ല. നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെ അത് പ്രാവർത്തികമാക്കാം, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എങ്ങനെ ഇത് പരീക്ഷയ്ക്ക് വരും, അത് അത്രയും. ഇതൊന്നും
നമുക്കൊന്ന് നോക്കിക്കളയാം. നോക്കിയോ, ഇതിൽ കുറച്ച് കീവേഡ്സുകളുണ്ട്. ഇതിൻ്റെ കീവേഡ്സ്, താക്കോൽ വാക്കുകൾ, പ്രസൻറ്റ് സിമ്പിളിൻ്റെ കീവേഡ്സ് അത് കാണാതെ പഠിക്കണം. കീവേഡ്സ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിളിൻ്റെ കീവേഡ്സ് യൂഷ്വലി. ഒന്ന് ഏതാ? യൂഷ്വലി. രണ്ട് ജനറലി, ആൾവേസ്, often, frequently, daily, occasionally, regularly. അപ്പോൾ യൂഷ്വലി, ജനറലി, ആൾവേസ്, ഓഫൺ, ഫ്രീക്വൻലി, ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി, എവരി ഡേ. മനസ്സിലാക്കിയാൽ മതി. എവരി കൊണ്ടുവരുന്ന പദങ്ങൾ അത് വന്നാൽ പ്രസൻറ്റ് സിമ്പിളാണ്. എവരി ഡേ, എവരി വീക്ക്, എവരി ഇയർ, എവരി മൊമെൻറ്റ്, എവരി മിനിറ്റ്, എവരി സെക്കൻഡ് എല്ലാം വരും. അപ്പോൾ എവരി കൊണ്ടുവരുന്ന പദങ്ങൾ ആണെന്ന് മനസ്സിലാക്കി മതി. അപ്പോൾ പ്രസൻറ്റ് സിമ്പിളിൻ്റെ കീവേഡ്സിലൊക്കെയാണ് യൂഷ്വലി, ജനറലി, ആൾവേസ്, ഓഫൺ, ഫ്രീക്വൻലി, ഡെയിലി, ഒക്കേഷണലി, റെഗുലർലി, എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. അപ്പോൾ ഇതെല്ലാം വരും. പിന്നെ എവരി മിനിറ്റ് അതെല്ലാം ഇതിൽ വരും. എവരി മന്ത് ഇതൊക്കെ ഏതാണ്? പ്രസൻറ്റ് സിമ്പിളിൽ വരും. അപ്പോൾ ഈ വാക്കുകൾ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. വെർബിൻ്റെ ഒന്നാമത്തെ. അപ്പോൾ ഈ വാക്കുകൾ ആ സെൻറ്റൻസിൽ കണ്ടാൽ എഡിറ്റ് ചെയ്യാൻ ചോദിച്ചാൽ വെർബിൻ്റെ എത്രാമത്തെ രൂപം എഴുതും? ഒന്നാമത്തെ രൂപം നമ്മൾ എഴുതും. വെർബിൻ്റെ ഹിയോ ഷിയോ ഇറ്റോ വന്നാൽ യെസോ യെസോ അങ്ങ് ചേർത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഹി യൂഷ്വലി വെൻറ്റ് ദയർ. ശരിയാണോ? അടിയിൽ വരച്ചാൽ തെറ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? തെറ്റ് തിരുത്തി കൊടുക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഹി യൂഷ്വലി വെൻറ്റ് ദയർ. അപ്പോൾ നോക്കിയോ, ഇതെങ്ങനെ ശരിയാവും? യൂഷ്വലി വന്നാൽ നമുക്കറിയാം വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ്. വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ഇവിടെ കിടക്കുന്നതോ വെർബിൻ്റെ രണ്ടാമത്തെ രൂപം. ഗോയുടെ രണ്ടാമത്തെ രൂപമാണ് ഇവിടെ കിടക്കുന്നത്, വെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒന്നാമത്തെ രൂപം ഗോ. ഗോ എഴുതിയാൽ ശരിയാവുമോ? ഇവിടെ ഹി ആണ് ഇവിടെ ഉള്ളത്. ഹിയോ ഷിയോ ഇറ്റോ ഒക്കെ വന്നാൽ വെർബിൻ്റെ കൂടെ യെസ് അല്ലെങ്കിൽ യെസ് ചേർക്കണം. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഹി യൂഷ്വലി ഗോസ്. അപ്പോൾ വെൻറ്റിൻ്റെ ഒന്നാമത്തെ രൂപ ഗോ. ഹി വന്നതുകൊണ്ട് ഒരു എന്താണ്? ഗോയുടെ കൂടെ യെസ് കൂടെ ചേർത്തു. ഗോസ് ദർ. ഹി യൂഷ്വലി ഗോസ് ദർ. നോക്കിയോ, ഐ ഡാഷ്. അപ്പോൾ നോക്കിയോ, ഐ ആം ഡ്രിങ്കിങ് മിൽക്ക് എവരി ഡേ. ശരിയാണോ? ശരിയാണോ? എവരി ഡേ വന്നു. എവരി ഡേ വന്നാൽ പ്രസൻറ്റ് സിമ്പിളേ വരാൻ പാടുള്ളൂ. വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ഐ. ഇതിൻ്റെ എന്താണ്? ഇവിടെ കണ്ടിന്യൂസിൽ കിടക്കുന്നത്. നമുക്ക് വെർബിന് വന്നാൽ ഡ്രിങ്ക്. ഇതിൻ്റെ ഒന്നാമത്തെ രൂപ ഡ്രിങ്ക്. ആമോ ഈസാറോ ഒന്നും എഴുതണ്ട. വെർബിൻ്റെ ഒന്നാമത്തെ രൂപ എഴുതാൽ മതി. ഡ്രിങ്ക് മിൽക്ക് എവരി ഡേ. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഹി അല്ല വേറെ ഒരാളുടെ പേര്. ഇപ്പോൾ അമ്മു കെയും ഹിയർ ഡെയിലി. അമ്മു കെയും ഹിയർ ഡെയിലി. അപ്പോൾ നമുക്ക് ഡെയിലി വന്നതുകൊണ്ട് എന്താണ്? നമുക്കറിയാം പ്രസൻറ്റ് സിമ്പിളാണ്. വെർബിൻ്റെ ഒന്നാമത്തെ രൂപം കൊടുക്കണം. വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. അപ്പോൾ കെയിമിൻ്റെ ഒന്നാമത്തെ രൂപം കം. അമ്മു എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, ഏകവചനം ആയതുകൊണ്ട്
ഒരു എസ് കൊടുത്തിട്ടു. അമ്മു കംസ് ഹിയർ ഡെയിലി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു ടെൻസ് പഠിച്ചു, പ്രസൻറ്റ് സിമ്പിൾ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കുമോ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.